മുഹറം 10 ബഹുമാനങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10 അന്നാണ്. വല്ലാത്ത സന്തോഷമായി അവർക്ക്. ആ കപ്പൽ ഇങ്ങനെ കറങ്ങുകയാണ്, എവിടെയെങ്കിലും ഒന്ന് നങ്കൂരമിടണ്ടേ. എന്നിട്ട് അവർക്ക് ഇറങ്ങിയിട്ട് ഭൂമിയിലൂടെ ഒന്ന് നടന്നിട്ട് കുറെ ദിവസമായല്ലോ കപ്പലിന്റെ ഉള്ളിൽ, ഒന്ന് ഭക്ഷണമൊക്കെ സുഭിക്ഷമായി കഴിച്ചൊന്ന് നടന്നിട്ട് റാഹത്തൊക്കെ കിട്ടണം. അപ്പൊ അള്ളാഹു വലിയ റാഹത്ത് നൽകിയത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമും സംഘവും അത് അനുഭവിച്ചത് അതും മുഹറം 10 അന്നാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അള്ളാഹു ശിക്ഷ ഉയർത്തിക്കൊടുത്തത്, ശിക്ഷ എങ്ങനെ കൺമുന്നിൽ കാണിച്ചിട്ട് അവരങ്ങ് ഈമാൻ കൊണ്ടപ്പോ ശിക്ഷ ഉയർത്തി അള്ളാഹു തആല. ഖുർആൻ അത് പറയുന്നുണ്ട്, സൂറത്ത് യൂനുസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചോളൂ, അള്ളാഹു കടുത്ത ശിക്ഷ എന്ന് നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ അവരിങ്ങനെ അതൊരു കളിയാക്കി ഇങ്ങനെ കണ്ടു. പറഞ്ഞിട്ട് കേൾക്കാന്നപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം ഇറങ്ങി അങ്ങ് പോയി. നബി പോയപ്പോ പിന്നെ അവർക്കൊരു വിഷമായി, ഇനി ചിലപ്പോ ഒരു പക്ഷേ ശിക്ഷ വരാം. നബി നമ്മളെ കൂട്ടത്തിലുണ്ടാകുമ്പോ ഒരു അഭയാണല്ലോ. ഓളി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴാണ് കാർമേഘം ഇങ്ങനെ താഴ്ന്നു വരുന്നത് അവർ കണ്ടത്. നമ്മൾ കാണുന്ന മേഘമില്ലേ, അതിങ്ങനെ താഴ്ന്നു വരുന്നൊരു സ്വഭാവം കണ്ടപ്പോ ആ ജനങ്ങൾ മൊത്തം ആണും പെണ്ണും വൃദ്ധരും കുട്ടികളും മൃഗങ്ങളെ എല്ലാത്തിനെയും കൂട്ടിയിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പുറപ്പെട്ടു. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് പറഞ്ഞു, നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു അല്ലാ, നിന്റെ നബിയായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ വിശ്വസിച്ചു അല്ലാ. അള്ളാഹു ആ സംഭവം ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. ലമ്മാ ആമനു കശഫ്നാ അൻഹും അദാബൽ ഖിസി വമത്തഅനാഹും ഇലാ ഹീൻ. അവർ വിശ്വസിച്ചപ്പോ നേരത്തെ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്ത ശിക്ഷ, ആ ശിക്ഷയെ നമ്മൾ നീക്കിവെക്കുകയും തൗബ ചെയ്ത് മടങ്ങിയ കാരണം കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ സുഖലോലുപരായി ജീവിക്കാൻ നമ്മൾ സംവിധാനങ്ങൾ കൊടുത്തു. വമത്തഅനാഹും ഇലാ ഹീൻ. അതും മുഹറം 10 അന്നാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാമിനും രക്ഷ കിട്ടിയതെന്നാണ്. അതേ ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം, അവർക്ക് അല്ലാഹു തആല തൗബ കബൂൽ ചെയ്തതും അന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറിൽ നിന്ന് അതേ പുറത്തെടുത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഗരപ്രദേശത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തി. ആ ഇരുട്ടിൽ നിന്ന്, ഉള്ളിൽ നിന്ന്, കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറം ലോകത്തേക്ക് വിശാലത കിട്ടിയതും മുഹറമിലാണ്. അതേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് മുഹറമിലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കണ്ണിന്റെ കാഴ്ച മടക്കി കൊടുത്തത് മുഹറമിലാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമെന്ന നിലക്ക് അല്ലാഹു പറഞ്ഞില്ലേ, ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നബിയേ, അങ്ങയുടെ ജീവിതത്തിൽ നുബുവത്തിന്റെ മുമ്പും പിമ്പും ഒരു തെറ്റും കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങയുടെ ജീവിതത്തിന്റെ വിശുദ്ധി നാം നിലനിർത്തി തന്നിട്ടുണ്ട്. വല്ലാത്തൊരു മഗ്ഫിറത്ത് തങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സന്തോഷം നൽകിയതും മുഹറം 10 അതുകൊണ്ട് മുഅ്മിനുകളെ, മുഹറമിനെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. ശ്രേഷ്ഠ കർമ്മങ്ങളെ രാത്രിയിൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഒരു രാവ് ശ്രേഷ്ഠതയുള്ള രാവാണെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ സജീവമായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങണം. അന്ന് മാത്രം എന്താ ഒരു ഇബാദത്ത് എന്ന് ചോദിക്കരുത്. അതാ രാവിന്റെ മഹത്വമാണ്, അതാ പകലിന്റെ മഹത്വമാണ്. അപ്പോഴല്ലേ അല്ലാഹു തആല നമ്മെ കൂടുതൽ ബഹുമാനിക്കുന്നത്, പരിഗണിക്കുന്നത്. നമ്മളെ മാത്രമല്ല, അതേ മറ്റു പലരെയും അല്ലാഹു അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. സാധാരണ ആശുറയിന്റെ അന്ന് യഹൂദികൾ വലിയ ആഘോഷത്തോടുകൂടെ പഴയ കാലത്ത് ആ ദിവസം കണ്ട് ആഘോഷിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിന്റെ മുമ്പ്, തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ഭയങ്കര ആഘോഷം.
ആഘോഷം നടത്തിയിരുന്നു. ആ ആഘോഷത്തിന്റെ കാരണം അവരാരും അനുഭവിച്ചിട്ടില്ല. ഉപ്പാപ്പമാരിങ്ങനെ കൈമാറി വന്ന ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് അവർ ആഘോഷം ഉണ്ടാക്കുന്നത്. നമ്മളതിൽ അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പ് നോൽക്കുക, അന്ന് കുടുംബ വിശാലത ചെയ്യുക, ഇസ്തിഗ്ഫാർ ഏറെ ചൊല്ലുക, സ്വലാത്തുകളും ദിക്റുകളും ദായിമാക്കുക, ഖുർആനോത്ത് ഏറെ ഓതുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല പുണ്യ ദിവസങ്ങൾ വരുമ്പോൾ മുതലാക്കണം. അതേ, അത് മുതലാക്കി ബഹുമാനിച്ചതിന്റെ കൂട്ടത്തിൽ ദാനധർമ്മങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു സംഭവം പറയട്ടെ. അതേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവും ഇമാം കല്ലൂബി തങ്ങളുമൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. റിയ്യ് എന്ന് പറയുന്ന പ്രദേശത്ത് നല്ല പണക്കാരനായ ഒരു ഖാളി ഉണ്ടായിരുന്നു. ഖാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഖാളി അല്ലട്ടോ. ഖാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ജഡ്ജി, ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയണേ, അഥവാ ഇസ്ലാമിക ലോകത്ത് ഫത്വ നൽകാനും വിധി നടത്താനൊക്കെ വലിയ ഇൽമുള്ള അഗ്രേസരരായ വലിയ പണ്ഡിതന്മാർ, ഇജ്തിഹാദിന്റെ കഴിവുള്ള മഹാന്മാർ. റിയ്യ് എന്ന പ്രദേശത്ത് അത്തരത്തിൽ വലിയൊരു ഖാളി ഉണ്ടായിരുന്നു, ജഡ്ജി. അയാളാണ് ഫത്വ ഒക്കെ കൊടുക്കേണ്ടത്. നല്ല പണക്കാരനാണ്. ആശൂറയിന്റെ അന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു വലിയ ഇസ്സത്ത് തന്നിട്ടുണ്ടല്ലോ, ഞാനൊരു പാവം മനുഷ്യനാണ്, ധാരാളം മക്കളൊക്കെ എനിക്കുണ്ട്, ഈ ദിവസം വലിയ ബഹുമാനമുള്ള ദിവസമല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഒരു 10 പത്തിരി വാങ്ങാനും അതിലേക്ക് കുറച്ചൊരു കൂട്ടാനായിട്ട് കുറച്ച് ഇറച്ചി വാങ്ങാനും കുറച്ച് പണം നിങ്ങൾ തരണം. അപ്പൊ ഖാളി പറഞ്ഞു, ഇപ്പൊ എനിക്ക് തിരക്കുള്ള നേരാണ്, നിങ്ങൾ ളുഹറിന്റെ നേരത്ത് വരണം. ഒരു മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിക്കണം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാളെ തരാന്ന് പറഞ്ഞാൽ നാളെ ആ ടൗണിൽ നിന്ന് കേൾക്കുന്ന നാളെ ഉണ്ട്, ആ നാളെ പോലെ ആകാൻ പാടില്ല. നമ്മൾ നാളെ തരാന്ന് പറഞ്ഞാൽ ടൗണിലൊക്കെ പോയ എന്നും ഒരു നാളെ കേൾക്കലുണ്ട്. ആ നാളെക്കൊരു അവസാനമല്ല, അത് നാളെയും തന്നെ കേൾക്കുക, മറ്റന്നാളും നാളെ തന്നെ കേൾക്കുക, പിറ്റന്നാളും നാളെ തന്നെ കേൾക്കുക. ആ നാളെ അങ്ങനെ പോകാൻ പാടില്ല. നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞിട്ടുള്ള ദിവസം എന്നുള്ള അർത്ഥത്തിലാണ്. ളുഹറിന്റെ സമയത്ത് വരാൻ പറഞ്ഞു. ആ സാധുവായ മനുഷ്യൻ പ്രതീക്ഷിച്ചു. ളുഹറിന്റെ നേരത്ത് വന്നു. അപ്പൊ ഖാളി പറഞ്ഞു, അസറിന്റെ നേരത്ത് വരീൻ. മനുഷ്യന് വട്ടം കിടക്കല്ലേ, അസറിന്റെ നേരത്ത് വരീൻ. ഖാളിക്ക് വലിയ തിരക്കാന്ന് കരുതി അയാൾ സാധുവായ മനുഷ്യനല്ല, അയാൾ അസറിന്റെ നേരത്തും വന്നു. അപ്പൊ പറഞ്ഞു, മഗ്രിബിന്റെ നേരത്ത് വരീൻ. മഗ്രിബിന്റെ നേരത്ത് വന്നു. മഗ്രിബിന്റെ നേരത്ത് വന്നപ്പോൾ ആ മനുഷ്യൻ ചില റിപ്പോർട്ടിൽ അസറിന്റെ നേരത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞു എന്ന് കാണാം, നിങ്ങൾക്ക് തരാനുള്ളതൊന്നും എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. അയാൾ ആ സംഭവം ആലോചിച്ച് കരഞ്ഞുപോയി. കരഞ്ഞു മടക്കുന്നത് തന്റെ അയൽവാസിയായ നസ്രാനിയായ മനുഷ്യൻ കണ്ടു. അയൽവാസിയായ നസ്രാനി ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? പറയാൻ ഇദ്ദേഹത്തിന് നാണമുണ്ട്. കാരണം ഖാളിയെ പറ്റിയും അതിൽ പറയേണ്ടി വരും. ഞാനിങ്ങനെ എന്റെ അവസ്ഥ ഇങ്ങനെ പലവട്ടം പോയി മടങ്ങിയതൊക്കെ പറയേണ്ടി വരും. നിർബന്ധിപ്പിച്ചു പറയണമെന്ന് പറഞ്ഞപ്പോൾ സംഭവം പറഞ്ഞു. അപ്പൊ ആ നസ്രാനി പറഞ്ഞു, നിങ്ങളെ ആവശ്യം നിങ്ങൾ പറയൂ, ഞാനത് നിറവേറ്റിത്തരാം. ഈ ദിവസം വലിയ ബഹുമാനമുള്ള ദിവസമാണല്ലോ. ഈ ദിവസത്തിന്റെ ബഹുമാനം നിങ്ങൾ പറയും പോലെ ഉപ്പാപ്പമാരിൽ നിന്നും പലരിൽ നിന്നും ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങളും ഇതെന്നോട് പറഞ്ഞല്ലോ, നിങ്ങളൊരു മുസ്ലിമാണല്ലോ, അതുകൊണ്ട് ശരി, നിങ്ങൾ ആവശ്യം പറയൂ. എനിക്കിങ്ങനെ കുറച്ച് ദിർഹം വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അത് പോരാ, നിങ്ങൾക്ക് ഞാൻ 22 ദിർഹം തരാം. ഇത് ഈ മാസമല്ല, എല്ലാ മാസവും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും തരാം. തരാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് കറാമത്തൽ ലിഹാദല്ലോ, ഈ ഒരു ആശൂറായിനെ ബഹുമാനിച്ചിട്ടാണ് ഇത് തരുന്നത്. ആരാ കൊടുക്കുന്നത്? നസ്രാനിയാണ്. ധാരാളം മഹാന്മാര് ഉദ്ധരിച്ച സംഭവമാണ്, കെട്ടുകഥയല്ല. ആ സാധുവായ മനുഷ്യൻ വീട്ടിലേക്ക് പോയി.
അദ്ദേഹത്തിന്റെ കുടുംബം നന്നായി സന്തോഷിച്ചു. രാത്രിയേറെ ഇരുട്ടിയപ്പോൾ ഖാലി ഉറങ്ങുന്നു. ഖാലി അശരീരി കേൾക്കുന്നു. ഖാലിയോട് പറയുന്നു, ഇർഫഅ റഅസക, ഒന്ന് തല ഉയർത്തി നോക്കൂ. ഖാലി തല ഉയർത്തി നോക്കുമ്പോ 2 കൊട്ടാരങ്ങൾ കാണുകയാണ്. ഒരു കൊട്ടാരം സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്, മറ്റേ കൊട്ടാരം വെള്ളിയുടെ ഇഷ്ടികകളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ദുന്യാവിൽ അങ്ങനത്തെ കൊട്ടാരം കാണൂലട്ടോ. ആഖിറത്തിൽ ഇവിടെ മാർബിൾ മൊസൈക്ക് ഇതൊക്കെ കാണുള്ളൂ. അതന്നെ എന്തൊരു സൗന്ദര്യമാണ് ആ കൊട്ടാരത്തിന്. സ്വർഗമല്ലേ അത്? സ്വർഗത്തിന്റെ ഇഷ്ടികകളൊക്കെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും മുത്തിന്റെയും മാണിക്യത്തിന്റേതുമാണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർഗമാണ് സത്യത്തിൽ ഈ കാണുന്നത്. ഈ 2 കൊട്ടാരങ്ങളും ഇങ്ങനെ കണ്ട് ഖാലി ചോദിച്ചു, മാ ഹാദാനിൽ ഖസ്റാൻ, എന്താണ് ഈ കൊട്ടാരം? ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അപ്പോൾ പറയപ്പെട്ടു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? ഈ കൊട്ടാരം നിങ്ങൾക്കുള്ളതായിരുന്നു. ലൗ ഖളൈത ഹാജത്തൽ ഫഖീർ, ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നില്ലേ, ആ മനുഷ്യന്റെ ആവശ്യം നിങ്ങൾ നിറവേറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ കൊട്ടാരങ്ങൾ 2 നിങ്ങൾക്കുള്ളതായിരുന്നു. ഫലമ്മാ റദത്തഹു, നിങ്ങൾ മടക്കി അയച്ചപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ക്രിസ്ത്യാനിക്കാണ് നമ്മളിപ്പോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഖാലി പേടിച്ചുപോയി. അയാള് പേടിച്ചു വിറച്ചുണർന്നുപോയി. അദ്ദേഹത്തെയും അന്വേഷിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. ക്രിസ്ത്യാനിയോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ വലിയ ഹൈറെന്താ ചെയ്തത്? ഇന്നലെ വലിയ പുണ്യമെന്താ നിങ്ങൾ ചെയ്തത്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം? കണ്ട സ്വപ്നം വിശദീകരിച്ചപ്പോ ഖാലി പറയുകയാണ് ക്രിസ്ത്യാനിയോട്, നിങ്ങൾ ആ കൊട്ടാരം 1,00,000 ദിർഹമിന് എനിക്ക് വിൽക്കുമോ? ഞാൻ ആ കണ്ട 2 കൊട്ടാരങ്ങളുണ്ട്, ആ കാഴ്ച എന്റെ കണ്ണിൽ നിന്ന് പോയിട്ടില്ല. ആ കൊട്ടാരം നിങ്ങൾ 1,00,000 ദിർഹമിന് എനിക്ക് തരുമോ? ഉടനെ പറഞ്ഞു ഖാലി, കുല്ലു മഖ്ബൂലിൻ വാൽ, എല്ലാ സ്വീകാര്യതയുള്ളതും ഓവർ വിലയുള്ളതാണ്. അതുകൊണ്ട് ലാ അബിഉ ലക ബിമിൽ അർളി കുല്ലിഹാ, ഭൂമി മൊത്തം നിങ്ങൾ എനിക്ക് തന്നാലും ഞാനത് നിങ്ങൾക്ക് നൽകൂല. അപ്പൊ ഖാലി പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ അത് കിട്ടാനാണ്? അന്ത ലസ്ത ബി മുസ്ലിമിൻ, നിങ്ങൾ മുസ്ലിമല്ലല്ലോ. എന്നാൽ എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ അതൊരു തടസ്സമാണെങ്കിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന മതത്തിന്റെ വേഷങ്ങളെല്ലാം കെട്ടുകളെല്ലാം വലിച്ചു പൊട്ടിച്ചൊഴിവാക്കി ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ അതിൽ നിന്ന് മാറുകയില്ല. ഇപ്പോൾ ഞാനത് ഉറപ്പാക്കിയില്ലേ? സഹോദരന്മാരെ, ഈ ഒരു ബഹുമാനം കിട്ടിയത് ആർക്കാണ്? അതെ, ആ നസ്രാനിക്കാണ്. നിങ്ങൾ നോക്ക്, നമുക്ക് അല്ലാഹു തആല ബഹുമാനത്തിന് നൽകിയ രാപ്പകലുകൾ, സന്തോഷത്തിന് നൽകിയ ദിനരാത്രങ്ങൾ, അത് മുതലെടുക്കാൻ നമുക്ക് കഴിയണം. അലംഭാവം നടിച്ചുകൊണ്ട് അശ്രദ്ധരായി നമ്മൾ മാറിക്കളയരുത്. എത്രയോ മഹാന്മാര് ആശൂറാഇന്റെ രാവും പകലും നല്ല സന്തോഷമുള്ള അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചത് പ്രകാരം അവർ ഇമാമിയങ്ങളുടെ മുമ്പുള്ള താബിഈങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം മുഹറം 9ഉം 10ഉം ആ 10 ദിനരാത്രങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ബഹുമാനിച്ചതിനെ, അള്ളാഹു മഹത്വം നൽകിയതിനെ നമ്മളും മഹത്വം നൽകി സ്വീകരിക്കുമ്പോൾ
വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ച ചിഹ്നങ്ങള്, അടയാളങ്ങള്, മാസങ്ങള്, ദിവസങ്ങള്, സ്ഥലങ്ങള്, സമയങ്ങള്, വ്യക്തികൾ, വസ്തുക്കൾ അവരെ ബഹുമാനിച്ച് ആദരിച്ചാൽ അത് ഖൽബിൽ ആത്മവിശുദ്ധിയുണ്ടോ, കെട്ടുപോകാത്ത ഈമാനുണ്ടോ എന്നതിന്റെ വലിയ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തഖ്വ കൂടി കിട്ടാൻ മുത്തഖീങ്ങളെ രാപ്പകലുകളെ സജീവമാക്കേണ്ടതുണ്ട്. ബഹുമാനമുള്ള ദിവസങ്ങളെ ബഹുമാനത്തോടെ കാണേണ്ടതുണ്ട്. ആ ദിവസം ശ്രേഷ്ഠമായ ദിവസമായതുകൊണ്ടല്ലേ മുമ്പ് കാലം പോലെ തന്നെ ഇന്നും കഅബത്തുൽ മുശറഫയുടെ വസ്ത്രം, അതെ, അതിന്റെ മുകളിലുള്ള കിസ്വ, അത് മാറ്റിമറിക്കുന്ന, പുതിയത് അവിടെ ധരിപ്പിച്ച് അണിയിക്കുന്ന ദിവസം മുഹറം 10 ദിവസമാണ്. ലോകത്ത് വലിയൊരു അമലാണല്ലോ ആ നിർവഹിക്കുന്നത്. ലക്ഷങ്ങൾ അതിന് സാക്ഷിയായവർ ആ സമയത്ത് ദുആ ചെയ്യുന്നുണ്ട്. ആ ദിവസത്തിന്റെ ബഹുമാനം പരിഗണിച്ച് അള്ളാഹു ബഹുമാനം ഏറെ നൽകിയ, ആദ്യമായി ഇബാദത്തിന് വേണ്ടി വദഅ് ചെയ്ത പ്രത്യേക ബഹുമാനമുള്ള സ്വർഗത്തിൽ പെട്ടതാണെന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ട കഅബത്തുൽ മുശറഫ, ആ കഅബത്തുൽ മുശറഫക്ക് വലിയ ബഹുമാനം നൽകുന്നതും മുഹറം 10 അന്നാണ്. അന്നുള്ള ബഹുമാനവും അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ട സർവ്വരാവുകളെയും നമ്മൾ ബഹുമാനിക്കണം. അന്നൊന്നും ബഹുമാനക്കേടായി ഒന്നും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഓരോ ദിവസത്തെയും സമയങ്ങളിൽ അത്താഴത്തിന്റെ സമയം രാത്രിയിൽ പരിഗണിക്കണം, ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം പരിഗണിക്കണം, സുബ്ഹിന്റെ ശേഷമുള്ള സമയം പരിഗണിക്കണം. ഈ പരിഗണിക്കേണ്ട സമയങ്ങളിലൊക്കെ നമ്മൾ അശ്രദ്ധരാകരുത്. വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ അശ്രദ്ധാലുക്കളിൽ പെട്ടുപോയി കഴമ്പുള്ളതൊന്നും അറിയാതെ ജീവിച്ചു പോകരുത്. നല്ല കഴമ്പുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയങ്ങൾ മുതലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.